വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഇന്ന് എൻ്റെ 3ാമത്തെ പരിശീലന ഘട്ടത്തിനായി വാർസോയിലെത്തി. മദർമാരുമായുള്ള സ്നേഹ സംഭാഷണത്തിന് ശേഷം ഒരു നിമിഷത്തേക്ക് ഞാൻ ചാപ്പലിൽ പ്രവേശിച്ചു. പെട്ടെന്ന് ദൈവസാന്നിധ്യം എന്നിൽ വന്നു നിറഞ്ഞു. ഞാൻ ഈ വാക്കുകൾ ശ്രവിച്ചു: എൻ്റെ മകളെ, നിന്റെ ഹൃദയം എൻ്റെ കരുണാർദ്രമായ ഹൃദയത്തിന് അനുരൂപപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ എൻ്റെ കരുണയിൽ പൂർണ്ണമായും നിമഗ്നയാകണം. പ്രിയ മദർ ഡയറക്ടറസ് മാർഗരറ്റ്, ഞാൻ ആ വർഷം ധ്യാനത്തിൽ സംബന്ധിച്ചിരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. ഇല്ല എന്ന് ഞാൻ മറുപടി നൽകി. എന്നാൽ നീ ആദ്യമായി 3 ദിവസത്തിൽ കുറയാതുള്ള ഒരു ധ്യാനത്തിൽ സംബന്ധിക്കണം. ദൈവകൃപയാൽ 8 ദിവസത്തെ ഒരു ധ്യാനം വലേൻസൂഫിൽ അപ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൽ സംബന്ധിക്കുന്നതിന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ അതിൽ സംബന്ധിക്കുന്നതിന് പല തടസ്സങ്ങളുമുണ്ടായി. പ്രത്യേകിച്ച് ഒരാൾ ഇതിനെ ശക്തമായി എതിർത്തു. ഞാൻ പോകണ്ട എന്ന തീരുമാനം വരെ എത്തി. അത്താഴത്തിനു ശേഷം ഞാൻ 5 മിനിറ്റ് ആരാധനയ്ക്കായി കപ്പേളയിൽ പ്രവേശിച്ചു. പെട്ടെന്ന് ഈശോനാഥനെ കണ്ടു. അവിടുന്ന് എന്നോട് പറഞ്ഞു: എൻ്റെ മകളെ, നാളെ ആരംഭിക്കുന്ന ധ്യാനത്തിൽ നിനക്ക് നൽകാൻ ഞാൻ വളരെ കൃപകൾ ഒരുക്കി വച്ചിട്ടുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു: ഈശോയെ, ധ്യാനം തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ പോകണ്ട എന്നതാണ് തീരുമാനം. അവിടുന്ന് പറഞ്ഞു: അതിനു പോകാൻ തയ്യാറായിക്കൊള്ളുക. നാളെ നീ ധ്യാനം ആരംഭിക്കും. നിന്റെ സുപ്പീരിയേഴ്സുമായി ഞാൻ നിന്റെ യാത്രയ്ക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. പെട്ടെന്ന് ഈശോ അപ്രത്യക്ഷനായി. ഇതെങ്ങനെ സംഭവിക്കുമെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു. എന്നാൽ ഉടനെ തന്നെ അപ്രകാരമുള്ള ചിന്തകൾ തള്ളിക്കളഞ്ഞ് പ്രാർത്ഥനയിൽ മുഴുകി. ദുരിതാവസ്ഥയിൽ കഴിയുന്ന എന്നെ മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ വെളിച്ചത്തിനായി യാചിച്ചു. കുറച്ചു സമയത്തിനു ശേഷം എന്റെ ചുമതലകൾ നിറവേറ്റാനായി ഞാൻ ആ ചാപ്പലിൽ നിന്ന് പുറത്തു വന്നു. ഉടനെ മദർ ജനറൽ മൈക്കിൾ എന്നെ വിളിച്ചു പറഞ്ഞു: സിസ്റ്റർ, ഇന്നു തന്നെ മദർ വലേറിയയുടെ കൂടെ വലേൻസൂഫിൽ പോയി നാളെ ധ്യാനം ആരംഭിക്കണം. ഭാഗ്യം കൊണ്ട് മദർ വലേറിയ ഇവിടെ ഉണ്ടാകാനിടയായി. നിങ്ങൾക്ക് ഒരുമിച്ച് പോകാം. 2 മണിക്കൂറിനകം ഞാൻ വലേൻസൂഫിലെത്തി. ഈശോയ്ക്ക് മാത്രമേ ഇപ്രകാരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി.